നമസ്കാരം. 10th മെയിൻസ് ടൈം ടേബിൾ ഡേ 10 ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ച് സെറ്റ് അല്ലേ? നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡെയിലി നമ്മൾ ടോപ്പിക്സ് പരീക്ഷ നടത്തുന്നത് നിങ്ങൾ എത്രത്തോളം ആ ടോപ്പിക്സ് പഠിച്ചു എന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പരീക്ഷ ഞാൻ ഒറ്റയ്ക്ക് ആണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത്, ടൈം ഷെഡ്യൂൾ തരുന്നത്, ക്ലാസ് ഇടുന്നത്, പരീക്ഷ നടത്തുന്നത് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് ഒരു റെസ്പോൺസ് ഇല്ല, വളരെ കുറവാണ്. ആൾക്കാർ പരീക്ഷ എഴുതുന്നതും മാർക്ക് കമന്റ് ചെയ്യുന്നതും ഒക്കെ വളരെ കുറവാണ്. പരീക്ഷ വേണോ വേണ്ടയോ, ഡെയിലി എക്സാം വേണോ, വീക്ക്ലി എക്സാം വേണോ എന്നൊക്കെ ഞാൻ ഇന്ന് ടെലഗ്രാം ചാനലിൽ ഈ റെസ്പോൺസ് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അതായത് നിങ്ങളല്ലേ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരീക്ഷ നടത്തുന്നതും. അപ്പൊ എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്യൂ. നിങ്ങൾ എവിടെയാ പോകുന്നത്? പരീക്ഷ അറ്റൻഡ് ചെയ്യൂ. പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് താഴെ കമന്റ് ചെയ്യൂ. പരീക്ഷ വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചുള്ള റെസ്പോൺസ് വളരെ മോശമാണ്. അതെന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അതൊക്കെ പോട്ടെ, എക്സാമിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. 15 ചോദ്യങ്ങളാണ് ഉള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 10 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഉത്തരം എഴുതിക്കോളൂ. 2. താഴെ പറയുന്ന സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് പ്രിന്റർ ഏതെന്ന് കണ്ടെത്തുക. പൊടി രൂപത്തിലുള്ള മഷിയാണ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു. പ്രിന്റിങ്ങിന്റെ വേഗത മിനിറ്റിൽ 20 പേജാണ്. ഇത് ഏത് പ്രിന്ററിന്റെ സവിശേഷതയാ? ഓപ്ഷൻ നോക്കാം: ലേസർ, ഇങ്ക്ജെറ്റ്, തെർമൽ, ഡോട്ട് മെട്രിക്സ്. 3. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്തുക. ലൈൻ പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ ഇവയെല്ലാം ഇമ്പാക്ട് ആണ്. 4. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14, മാർച്ച് 14, ഡിസംബർ 26, മാർച്ച് 26. 5. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ. രണ്ടാമത്തേത്: കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തേത്: സൗരോർജം, കാറ്റ് എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. നാലാമത്തേത്: CNG ഒരു വാതക ഇന്ധനമാണ്. ഓപ്ഷൻസ് നോക്കാം: 1, 2 മാത്രം, 1, 2, 3 മാത്രം, 1, 2, 4 മാത്രം. എല്ലാം ശരിയാണ്. ആറാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ത്വരിതം, ദ്രുതം, സരണി, ശീഘ്രം. 7. താഴെ പറയുന്നവയിൽ നിന്നും കുയിലിന്റെ പര്യായപദം കണ്ടെത്തുക. പികം, രജനി, ക്ഷിപ്രം, യാമിനി. 8. A dash is made up of 2 or more main clauses. Simple sentence, compound sentence, complex sentence, compound complex. 9. He is very strong and clever is an example of simple sentence, compound sentence, complex sentence, compound complex. 10. Change into compound sentence. Being tired, he fell asleep. അപ്പോൾ ഇതിനെ കോമ്പൗണ്ടിലോട്ട് മാറ്റാനാണ്. ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം എഴുതാം. 11. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2/3ക്കും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 12. ഒരു ക്രിയ ചെയ്യാനാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയേക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 ബൈയില് 2 പ്ലസ് 0.2 മൈനസ് 2
0.02 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.91 എന്നാണ്. അതായത് 2 ബൈ കോമൺ ആയിട്ടുള്ള ബൈ ആ ഡിനോമിനേറ്ററിൽ 2 പ്ലസ് എന്നിട്ട് ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് 0.2 മൈനസ് 2.02 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.91. ഇത് ചെയ്യുമ്പം എത്രയാണ് ഉത്തരം കിട്ടുന്നത്? ഓപ്ഷൻസിൽ നിന്ന് എടുക്കാം. പ്രീവിയസ് ആണ് ഇത്. 13. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ബദിരവിലാപം, കൊച്ചു സീത, ബന്ധനസ്ഥാനായ അനിരുദ്ധൻ, അയൽക്കാർ. 14. അദ്വിതീയൻ സമാന പദം കണ്ടെത്തുക. ഏറ്റവും ശ്രേഷ്ഠൻ, രണ്ടാമനല്ലാത്തവൻ, ഉയരം കൂടിയ ശരീരമുള്ളവൻ, എ ആൻഡ് ബി. 15. ആർക്കു വേണ്ടി എന്ന കൃതിയുടെ രചയിതാവ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ, പി കേശവദേവ്, പി വത്സല, തകഴി ശിവശങ്കര പിള്ള. ആൻസേഴ്സ് ഒക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. 2. താഴെ പറയുന്ന സവിശേഷതകൾ തിരിച്ചറിഞ്ഞ പ്രിന്റർ ഏതെന്ന് കണ്ടെത്തുക. എ ആണ് ലേസർ പ്രിന്റർ. 3. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് കണ്ടെത്തുക. ഇവയെല്ലാം. ഇപ്പൊ ഇമ്പാക്ട് പ്രിന്റർ നമ്മുടെ ടെക്സ്റ്റില് ഡോട്ട് മെട്രിക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ലൈൻ പ്രിന്ററും ചെയിൻ പ്രിന്ററും ഡ്രം പ്രിന്ററും ഡെയ്സി വീൽ പ്രിന്ററും അതുപോലെ ഡോട്ട് മെട്രിക്സ് പ്രിന്ററും എല്ലാം ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. പിന്നെ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് ഉദാഹരണം ഏതൊക്കെയാ? ലേസർ പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ. 4. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? എ ഡിസംബർ 14. 5. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതിലെ ആദ്യത്തെ പ്രസ്താവന ശരിയാ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവൽ. രണ്ടാമത്തത് ശരിയാ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സൗരോർജം, കാറ്റ് എന്നിവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്, പാരമ്പര്യമല്ല. 4. CNG ഒരു വാതക ഇന്ധനമാണ്, അതും ശരിയാണ്. 1, 2, 4 ആണ് ശരി. ഓപ്ഷൻ സി. 6. ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഏതാ? സി ആണ്, സരണി. ത്വരിതം, ദ്രുതം, ശീഘ്രം എന്നിവ വേഗത്തിന്റെ പര്യായ പദങ്ങളാ. സരണി എന്നാൽ വീഥി, വഴി എന്നൊക്കെയാണ് മീനിങ്. 7. താഴെ പറയുന്നവയിൽ നിന്നും കുയിലിന്റെ പര്യായ പദം കണ്ടെത്തുക. പ്രീവിയസ് ആണ്. പികമാണ് കുയിൽ. രജനി, യാമിനി രാത്രിയുടെ പര്യായ പദങ്ങളാ. ക്ഷിപ്രം, വേഗം വേഗത്തിന്റെ പര്യായ പദമാണ്. 8. A dash is made up of 2 or more main clauses. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസ് ആണ്. ബി കോമ്പൗണ്ട് സെന്റൻസ്. He is very strong and clever is an example of. അതും കോമ്പൗണ്ട് സെന്റൻസ് ആണ്. He is very strong, he is very clever. അതിനെ ആൻഡ് എന്ന കൺജംഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ 2 മെയിൻ ക്ലോസ് ഉള്ളത് കൊണ്ട് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ചേഞ്ച് ഇൻടു കോമ്പൗണ്ട് സെന്റൻസ്. ബീങ് ടയേർഡ്, he fell asleep. കോമ്പൗണ്ട് സെന്റൻസ് എന്നാൽ 2 മെയിൻ ക്ലോസ് വേണം. അങ്ങനെയാണെങ്കിൽ ബി ആയിരിക്കും ഉത്തരം. He was tired, he fell asleep. ആൻഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തേക്കുക. ബി. 11. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2/3ക്കും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ. എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മാർഗം 2/3ക്കും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യയല്ലേ. എന്താ ചെയ്യണ്ടേ? ന്യൂമറേറ്ററും കൂടെ ആഡ് ചെയ്യുക. ന്യൂമറേറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. ഡിനോമിനേറ്ററും കൂടെ ആഡ് ചെയ്യുക. 5/7. 5/7 ആണ് ആൻസർ. അതായത് അംശം പ്ലസ് അംശം ഡിവൈഡഡ് ബൈ ഛേദം പ്ലസ് ഛേദം. അല്ലാതെ ചെയ്യണമെങ്കിൽ എന്താ എടുക്കേണ്ടേ? 2/3 എന്ന് പറയുമ്പോൾ 2/3 ചെയ്യുമ്പോഴേ 0.66 എന്ന് കിട്ടും. 3/4 ചെയ്യുമ്പോൾ എത്ര വരും? 0.75 എന്ന് വരും. അപ്പൊ 2/3ക്കും 3/4നും ഇടയിലുള്ളത് 0.66നും 0.75നും ഇടയിലുള്ളത് 2-3 മാർഗങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 0.66നും 0.75നും ഇടയിലുള്ള ഭിന്നസംഖ്യയല്ലേ കണ്ടുപിടിക്കാനുള്ളത്. 5/7 ചെയ്ത് നോക്കുക. 0.71 എന്നായിരിക്കും കിട്ടുന്നത്. 1/2 ചെയ്യുമ്പോൾ 0.5 എന്നായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ 0.5 എന്തായാലും അല്ല. 2/5 ചെയ്യുമ്പോൾ 0.4 എന്നാ കിട്ടുന്നത്. 0.4 അല്ലല്ലോ, കാരണം 0.66നും 75നും ഇടയ്ക്കുള്ളതല്ലേ വേണ്ടേ. 3/2 ചെയ്യുമ്പോൾ 1.5 ആ കിട്ടുന്നത്. അതുമല്ല. ഉത്തരം ഏതാ? എ ആണ്, 5/7.
0.71 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഭിന്നസംഖ്യയല്ലേ? ഭിന്നസംഖ്യയല്ല, ഇതിന് നമ്മൾ പോയിന്റിലേക്ക് മാറ്റിയ ഭിന്നസംഖ്യ 5/7 ആണ്. അടുത്ത ചോദ്യം, ഇത് ചോദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആണെങ്കിലും എളുപ്പമാണ്. 2/2 പ്ലസ് 0.2 മൈനസ് 2.02 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.91. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പാർട്ട് ചെയ്യണം. ഡിവിഷൻ ആണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ടിലെ ഡിവിഷൻ ചെയ്യാം. 0.2 മൈനസ് 2.02 ചെയ്യുമ്പം എത്ര വരും? 2.02 മൈനസ് 0.2 ചെയ്യുമ്പോൾ 281 1.82 എന്ന് വരും. ഇവിടെ 0.2 മൈനസ് 2.02 അല്ലേ, അപ്പം മൈനസ് 1.82 എന്ന് വരും. താഴെ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 0.91 91 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 182 ആണ്. അപ്പോൾ പോയിന്റ് ഇടുമ്പോഴത്തേക്കും 1.82 എന്ന് വരും. 1.82. ഇത് നോക്കിക്കേ, താഴെയും മുകളിലും സെയിം അല്ലേ, ക്യാൻസൽ ചെയ്യാമല്ലോ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ -1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തുവാ, ഈ ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണ് -1 എന്ന് കിട്ടിയത്. ഇനി ചെയ്തൂടെ, എളുപ്പമല്ലേ? 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2/1 എന്ന് വരും. 2/1ന്റെ ആൻസർ എന്തുവാ? 2 ആണ് ആൻസർ. 2. അടുത്തത്, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് കണ്ടെത്തുക. അല്ലാത്തത് അയൽക്കാരാണേ. അയൽക്കാർ ആരുടേതാ? പി കേശവദേവ്. ഇതിലെ കൊച്ചു സീത പ്രീവിയസ് ആണ്, ഓർക്കുക. വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാ കൊച്ചു സീത. ഞാനിത് പഠിക്കാൻ തന്നായിരുന്നു. SCRT എഴുത്തുകാരിൽ പഠിക്കാൻ തന്നില്ലേ? നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് നോട്ടെല്ലാം കൊടുക്കുന്നത്. മസ്റ്റായിട്ടും ടെലഗ്രാം ചാനൽ നിങ്ങൾ ഉണ്ടായിരിക്കണേ. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. 14 അദ്വിതീയൻ സമാന പദം A and B. ഏറ്റവും ശ്രേഷ്ഠൻ, രണ്ടാമൻ, അല്ലാത്തവൻ, അദ്വിതീയൻ. 15 ആർക്കു വേണ്ടി എന്ന കൃതിയുടെ രചയിതാവ് ആരാ? പി കേശവദേവ്. ഓടയിൽ നിന്ന്, ആർക്കു വേണ്ടി എന്നീ കൃതികളൊക്കെ രചിച്ചത് പി കേശവദേവ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ 15 ചോദ്യം. 15ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. നാളെ ഡേ 11 ആണേ. നാളെ പഠിക്കാനുള്ള ടോപ്പിക്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ടൈം ഷെഡ്യൂൾ എല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്തേക്കാം. അപ്പൊ ഗുഡ് നൈറ്റ്, വീണ്ടും കാണാം. താങ്ക് യു.